തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീപിടുത്തം, രോഗികളെ തൽക്ഷണം മാറ്റി. രോഗികളെ മാറ്റിയല്ലോടോ, പോരാ പോരാ, ഇതൊന്നും പോരാ. ഒരു സെക്കൻഡ്. ഹലോ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെയോ? ആ സാറേ, അവിടെ ഈ ആഴ്ച ആരെങ്കിലും രോഗികൾ മരിച്ചോ? വല്ല വയറിളക്കോ ഛർദിലോ വണ്ടി ഇടിച്ചതോ അങ്ങനെ മതിയെന്നേ. 5 പേരോ? ഉറപ്പാണേ? ആ ശരി ശരി, എഴുതിക്കോ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീപിടുത്തം, 5 രോഗികൾ കൊല്ലപ്പെട്ടു. എഴുതിയോ? എയറിലാക്കിയോ. സ്കൂളിൽ ഉച്ചക്കുഞ്ഞില്ല, ഇനി സ്വാദൂറും ബിരിയാണി. ഇതൊക്കെ ഒരു വാർത്തയാന്നോ? പ്രൈവറ്റ് ബസ് സമരം, വിദ്യാർത്ഥികൾ വലയുന്നു. ഇതൊക്കെ 2 വാർത്തയല്ല, ഇത് ഒരു വാർത്തയാണ്. എഴുതിക്കോ. സ്കൂളിൽ ഉച്ചക്കഞ്ഞിയില്ല, വിദ്യാർത്ഥികൾ വലയുന്നു. സ്ഥലം ലാഭിച്ചൂടെ? അടുത്ത എന്തുവാടോ? ഹെവി ലോഡ് കണ്ടെയ്നർ മറിഞ്ഞു, റോഡിൽ വിള്ളൽ വീണു. ഇതിങ്ങനല്ലേ എഴുതണ്ടേ? തിരിച്ചെഴുതണം. ആയിരിക്കും. റോഡിൽ വിള്ളൽ, ഹെവി ലോഡ് കണ്ടെയ്നർ മലക്കം മറിഞ്ഞു. ആൾക്കാര് വായിക്കണം. ഹേയ്, അടുത്ത എന്തുവാ? കാലാവസ്ഥയോ? എന്തുവാടോ? കാലാവസ്ഥാ വ്യതിയാനം, ചൂട് കനക്കുന്നു. സ്കോപ്പില്ല. സപ്തതി ആഘോഷിച്ചു മുഖ്യമന്ത്രി. അങ്ങനെ ഇപ്പൊ മുഖ്യമന്ത്രി സപ്തതി ആഘോഷിക്കണ്ട. എഴുതിക്കോ. ഇപ്പൊ പറയാം. കാലാവസ്ഥാ വ്യതിയാനം, മുഖ്യമന്ത്രിയുടെ പിടിപ്പ് കേട്. എങ്ങനെയുണ്ട്? ചാമ്പിക്കോ. പക്ഷേ ഒന്നിനും ഒരു സുഖമില്ല, ഒരു മസാല വന്നില്ല. ഇത് ആൾക്കാര് വായിക്കൺ. അയ്യോ. യുവാക്കളുടെ ഫേവറേറ്റ് ടൂറിസ്റ്റ് സ്പോട്ടായി മഞ്ഞിൽ മുങ്ങി മൂന്നാർ. മൂന്നാറൊക്കെ ഓവർ റേറ്റഡ് ആ മോനെ. എഴുതിക്കോ. മൂന്നാർ യുവാക്കളുടെ പർദീസ. മഞ്ഞോ പുകയോ? പുകയൊന്നോ, പുകച്ചുരുളൊന്നോ, പുകമറയെന്നോ, പുകമയൊന്നോ എഴുതാം. തന്റെ ഒരു ഇത് വെച്ചങ്ങ് കാക്കിച്ച്. ട്രെയിനിൽ നിന്നും കാൽ തെറ്റി വീണ യുവതിയെ യുവാവ് രക്ഷിച്ചു. രക്ഷകനൊന്നും ഇവിടെ വേണ്ട, രക്ഷിക്കാൻ കർത്താവുണ്ട്. പിന്നെ യുവാവ്. എഴുതിക്കോ. ട്രെയിനിൽ യുവാവും യുവതിയും ചേർന്ന് ചെയ്തതെന്ത്? ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ഇട്ടു. ഇനി എന്തെങ്കിലും വാർത്ത വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കമന്റ് ബോക്സിൽ ചേർക്കണം കേട്ടോ.